ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 11-ാം സങ്കീർത്തനം 7-ാം വാക്യം. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. ദൈവം നീതിയുള്ളവനാണെന്നും നേരുള്ളവരിൽ അവൻ പ്രസാദിക്കുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ സങ്കീർത്തനം പരിശോധനയിലും മരണനാഴികകളിലും അനേകർക്ക് ആശ്രയമായിരുന്നു. നീതിയുടെ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ആത്യന്തിക പ്രതിഫലം ദൈവിക ദർശനം ലഭ്യമാകുക എന്നതാണ്. ജീവിത സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് തോന്നുമ്പോഴും ദൈവം തങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഭക്തന്റെ ബലം. ഈ ഉറപ്പാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിലും പ്രവൃത്തിയിലെ വിശ്വസ്തയിലും നമ്മെ നിലനിർത്തുന്നത്. ദൈവം പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടാവ് തൻ്റെ മുഖമുദ്ര തൻ്റെ സൃഷ്ടിയിൽ പതിപ്പിച്ചിട്ടുണ്ട്. നേരും നിർമ്മലതയുമുള്ള മനുഷ്യനിലും സൃഷ്ടിയിലും സൃഷ്ടാവിൻ്റെ മുഖം ദർശിക്കുവാൻ കഴിയുമെന്ന് ദാവീദ് സങ്കീർത്തനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മുഖം നമ്മിൽ പ്രതിബിംബിക്കത്തക്കവണ്ണം നീതിയുള്ളവരായി, നിർമ്മലതയുള്ളവരായി, ദുഷ്ടത വെടിഞ്ഞ് ഈ നാളുകളിൽ നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിലൂടെ ലോകം നിന്നെ ദർശിക്കുവാൻ കൃപ ചെയ്യണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.